ഹായ് ഗൈസ്, നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓഡിയോ എക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സബ് വൂഫറിൻ്റെ ബോർഡ് അല്ലെങ്കിൽ സ്റ്റീരിയോ ബോർഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ യൂട്യൂബിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഞാനപ്പോൾ അതൊന്ന് പൊട്ടിക്കുകയാണ്. നല്ലൊരു കവറാണ്, നല്ല ബേസ് ബോർഡ് ബോക്സിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പാക്കേജിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം, എങ്ങനെയാണ് ഇതിനകത്തുള്ള സംഭവം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ പൊട്ടിക്കുമ്പോൾ അവരുടെ ഒരു കാറ്റലോഗ്, ബോർഡിൻ്റെ ഒരു കാറ്റലോഗ്, ബാക്കി ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ സപ്ലൈയുടെ ഡീറ്റെയിൽ, ബോർഡിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ BTL മോഡിൻ്റെ സ്വിച്ചിൻ്റെ കേസൊക്കെ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കി ഇത് കുറച്ച് നേരം പഠിക്കാനുണ്ട്. നോക്കി പഠിച്ചിട്ട് വേണം നമ്മളിത് ബോർഡ് കണക്ഷൻ കൊടുക്കാനായിട്ട് എന്നുള്ളതാണ് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഹെവി ഐറ്റമാണ്. ഇതിനകത്ത് പവർ സപ്ലൈ ഇരിപ്പുണ്ട്. ഇത് എൻ്റെ പവർ സപ്ലൈ ആണ്. ഇതാണ് എൻ്റെ ബോർഡ്. പിന്നെ ഇത് സൗണ്ട് കൺട്രോളിങ്, ബാക്കി ഫിറ്റിങ്സ് എല്ലാ ഐറ്റംസ് ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബോർഡ് ഞാനൊന്ന് എടുക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ബോർഡാണ്, ഒരു രക്ഷയില്ല. വെയിറ്റ് നല്ല അടിപൊളി വെയിറ്റാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഞാൻ ഈ കവറിനകത്ത് വെച്ചിട്ട് തന്നെ പറയാം, ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ അടിപൊളിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളി കമ്പോണൻസ് ഉണ്ട്. വീമയുടെ കപ്പാസിറ്റേഴ്സ് അവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീമയുടെ കപ്പാസിറ്റേഴ്സ് ഇട്ടിട്ട് വേറൊരു ബോർഡ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കുറവാണ്, വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് വീമയുടെ കപ്പാസിറ്റേഴ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ്, വലിയ കിടിലൻ സംഭവമാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബോർഡ്. ഈ ഒരു ബോർഡ് നല്ല ഹൈ ക്വാളിറ്റി കമ്പോണൻസ് ഇട്ട് വരുന്ന ഒരു ബോർഡാണ്. അതായത് നമ്മുടെ ഒരു 250 ലെഫ്റ്റ് 250, റൈറ്റ് 250 ഈ ഒരു ബോർഡിൻ്റെ പവർ ഔട്ട്പുട്ട് 4 ohms അവർ പറയുന്നത്. കൂടാതെ തന്നെ നമുക്കിത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ 500 വാട്ട്സ് പക്കയായിട്ട് കിട്ടുന്ന ഒരു ബോർഡാണ്. കൂടാതെ തന്നെ ഹൈ ക്വാളിറ്റി കമ്പോണൻസ്, ഹൈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് വീമയുടെ ബോക്സ് കപ്പാസിറ്റർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോക്സ് കപ്പാസിറ്റേഴ്സ് എല്ലാം തന്നെ വീമയുടെ ആണ്. അപ്പം തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം വീമയുടെ കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ ഒരു വില വെച്ച് നോക്കുമ്പം ഇതൊരു പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. കൂടാതെ തന്നെ ഇതിനകത്ത് അതിൻ്റെ കൂടെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പവർ സപ്ലൈ, ബ്രിഡ്ജ് പവർ സപ്ലൈ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയോഡ് വഴി റെക്ടിഫിക്കേഷൻ നടന്നതിന് ശേഷം നമുക്ക് ഇവിടെ DC കറണ്ട് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻഡിക്കേഷനും അവരിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ചൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അവരിവിടെ 2 ഫീസ് ഇട്ടിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സൈഡിൽ ഫീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഫീസ് പോകുന്നതിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അവരിവിടെ ഒരു ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCB നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയുള്ള ഒരു PCB പവർ സപ്ലൈക്ക് വേണ്ടി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു കപ്പാസിറ്റേഴ്സ് ഇതിനകത്ത് ഇട്ടിട്ടുള്ള നോൺ പോളർ കപ്പാസിറ്റേഴ്സ് വീമയുടെ തന്നെ നല്ല 400 വോൾട്ടിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള 0.47 ആണ് ഇട്ടിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വീമയുടെ കപ്പാസിറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പവർ സപ്ലൈ ആണ് ഈ ഒരു നോയ്സൊക്കെ വളരെ കുറവായിരിക്കും. കാര്യം നല്ല കറക്റ്റ് ഫിൽട്രേഷനുള്ള രീതിയിലുള്ളൊരു പവർ സപ്ലൈ ആണ് ഈ ഒരു പവർ സപ്ലൈ. കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡാണ് നിങ്ങളിൽ പല ആൾക്കാർ നടക്കുന്നതോ അല്ലെങ്കിൽ എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ ഈ ഒരു ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ്, ട്രിവാൻഡ്രം, തമ്പാനൂർ, SS കോവിൽ റോഡ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രീജിത്തേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോർഡ് വാങ്ങാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചേട്ടൻ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആയിട്ട് തന്നെ ഈ ബോർഡിന് കൊടുക്കേണ്ട സപ്ലൈ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോർഡിൽ കൊടുക്കേണ്ട സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വോൾട്ട് തൊട്ട് നമുക്ക് ഏകദേശം 60 വോൾട്ട് DC വരെ, മാക്സിമം 60 വോൾട്ട് DC വരെ നമുക്ക് ഈ ബോർഡിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. മിനിമം നമുക്ക് 20 വോൾട്ടാണ് കൊടുക്കാനുള്ളത്. AC ആകുമ്പോൾ 15 വോൾട്ട് തൊട്ട് നമുക്ക് മാക്സിമം 45 വോൾട്ട്
AC ട്രാൻസ്ഫോമർ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട ഭാഗം ദാ ഇവിടെ അവർ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഒരു AC അവർ പറഞ്ഞിട്ടുണ്ട്. ആ AC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു AC സെപ്പറേറ്റ് അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് AC. ഓഡിയോ എക്സ് നേരത്തെ സപ്ലൈ ചെയ്ത ബോർഡിനകത്ത് ഒരു ബോർഡിനകത്ത് ഇതേപോലത്തെ AC സപ്ലൈ അവർ പറയുന്നുണ്ട്. അത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു AC ആണ്. നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ ഒരു AC നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. അത് ഈ ഒരു പവർ സപ്ലൈയിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് AC അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പവർ വേറെ ഒന്നും നോക്കാനില്ല. ഇവിടെ നമ്മൾ റെക്ടിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നതിന് ഇത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പവർ സപ്ലൈയുടെ മറു സൈഡിൽ വരുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് ഗ്രൗണ്ട്, ഇത് നെഗറ്റീവ് വോൾട്ടാണ് വരുന്നത്. അതേ ഒരു AC നമ്മളെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ളൊരു AC ഡയറക്റ്റ് ഇവിടെ വരും. ആ AC എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു AC എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ സൈഡ് ഓൺ ആവും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു AC അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബോർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തോഷിബയുടെ തന്നെ ട്രാൻസിസ്റ്റേഴ്സാണ്. തോഷിബയുടെ 2SA 1943, 2SC 5200, 5200, 1943 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3 പെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 പെയർ യൂസ് ചെയ്ത് നമുക്ക് ഏകദേശം ഇതിനകത്തുനിന്ന് 250 വാട്ട്സ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അത് വളരെ കൃത്യമാണ്. 3 പെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വോൾട്ടിൽ 60 വോൾട്ട് DC 60 വോൾട്ടിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് 250 വാട്ട്സ് നമുക്ക് വളരെ കൃത്യമായിട്ടും കിട്ടും. അതാണ് അതിൻ്റെ കണക്ക്, അത് തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് അവരിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പുറത്തെ സൈഡിലും അതുപോലെയാണ്. ഇവിടെയും തോഷിബയുടെ 3 പെയറാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 പെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് 250 വാട്ട്സ് ഒരു സൈഡ് കിട്ടും. അങ്ങനെ 500 വാട്ട്സ് ആണ് ഈ ഒരു ബോർഡിൽ കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ഈ ഒരു ബോർഡിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ ഇവിടെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് കൂൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അതായത് ഒരു ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡ് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻബിൽറ്റ് ആയിട്ടൊരു ഫാനും അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നല്ലൊരു ബോർഡാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ലെഫ്റ്റിന് റൈറ്റിന് ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയോ പാത്തിലെല്ലാം അവർ ഉപയോഗിച്ചിട്ടുള്ളത് നോൺ പോളാർ കപ്പാസിറ്റർ, ഓഡിയോ ഗ്രേഡ് നോൺ പോളാർ കപ്പാസിറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓഡിയോയുടെ കാര്യത്തിൽ വളരെ നല്ല ഗുണം ചെയ്യും. ഈ ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഓഡിയോയുടെ കേസിൽ നല്ല ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടിലിപ്പം കിട്ടുന്നതിൽ നല്ല കമ്പോണൻസ് ഇട്ട്, അതായത് നല്ല ഓഡിയോ ഗ്രേഡ് കമ്പോണൻസ് ഇട്ട് കിട്ടുന്ന ഒരു കമ്പനിയാണ് ഓഡിയോ എക്സിൻ്റെ ഈ ഒരു കമ്പനി. അപ്പോൾ ഓഡിയോ എക്സ് ഈ ഒരു ബോർഡിനെ സപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഡീലിങ്ങിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബോർഡ്. അവരാണ് ഈ ഒരു ബോർഡ് ഡീലർ എന്നുള്ള രീതിയിൽ അവരാണ് ഓഡിയോ എക്സ് ആണ് ഈ ഒരു ബോർഡ് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ കയ്യിലെത്തിക്കുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇടാനായിട്ട് ഓഡിയോ എക്സ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു 5 ചാനൽ ബോർഡിനും കൂടാതെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റീരിയോ ബോർഡിനും നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്റേഴ്സ് ഒക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ ഗ്രേഡ് കമ്പോണൻസ് ഇട്ട് അവരിത് ചെയ്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡിൻ്റെ കാര്യത്തിൽ. അതിനെയും കാട്ടി ആ ഒരു ബോർഡിനെയും കാട്ടി നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റേഴ്സ് ഇട്ടിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്ന ഓംറോണിൻ്റെ മെയ്ഡ് ഇൻ മലേഷ്യയുടെ റിലേ. ഈ റിലേ നല്ല വിലയുള്ള റിലേ ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല വിലയുള്ള റിലേ ആണ്, മെയ്ഡ് ഇൻ മലേഷ്യയാണ്. അപ്പോൾ അതുവരെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേ വരെ അവർ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിലാണ് അവർ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സംഭവമാണ് ഈ ഒരു ബോർഡ്. കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് വേറെ ഒന്നല്ല, ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രിഡ്ജ് ചെയ്യേണ്ട രീതിയെല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്, അവരെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. BTL മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ആണ് BTL മോഡ്, അതായത് ബ്രിഡ്ജ് മോഡ്. ഈ ഒരു ബോർഡിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്വിച്ച് വെച്ച് നമുക്ക് ഈ ഒരു ബോർഡിനെ ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലാണ് BTL കീ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു BTL കീ ആണ്. ഈ ഒരു സ്വിച്ച് ഈ ഒരു കണക്ടറിൽ ഇവിടെ ഒരു കണക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ടറിലേക്ക് നമ്മൾ ഈ ഒരു വയറും സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് BTL മോഡിലേക്ക് മാറ്റാൻ പറ്റും. കൂടാതെ തന്നെ BTLന് വേണ്ടി LED ഉണ്ട്. അതും അവർ ഇതിൻ്റെ കൂടെ സപ്ലൈ
ചെയ്യുന്നുണ്ട്. ആ ഒരു LED അവർ ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് വോളിയം കൺട്രോളാണ്. ഈ ഒരു വോളിയം കൺട്രോൾ നമുക്ക് അതും വളരെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വോളിയം കൺട്രോളറാണ് അവരിവിടെ നമുക്ക് തന്നിട്ടുള്ളത്. കൂടാതെ തന്നെ അതിൻ്റെ വയേഴ്സ്, ഷീൽഡ്, നല്ല ക്വാളിറ്റിയുള്ള ഷീൽഡ് വയേഴ്സും പിന്നെ 2 RC കണക്ടർ അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവർ അതിൻ്റെ ആ ഒരു കണക്ടർ സൈഡിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതുവഴി നേരെ കണക്ഷൻ എടുത്തതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എടുത്തതിന് ശേഷം ഈ ഒരു കൺട്രോൾ വഴി കൊടുക്കണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വയേഴ്സ് അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിൽ കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. ഈ ഒരു ബോർഡിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബോർഡ് വാങ്ങുന്ന സമയത്ത് ഒരു ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ബോർഡൊക്കെ കിട്ടുമ്പോൾ എത്ര നല്ല ടെക്നീഷ്യൻ ആണെങ്കിലും ചെറിയൊരു സംശയം വരാറുണ്ട്. അപ്പം ആ ഒരു സംശയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിവിടെ ആ ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഒരു ബനാന സോക്കറ്റോട് കൂടിയ ഒരു സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. കണക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ബനാന സോക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഡയഗ്രാം അവരിവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ട് അവരിവിടെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിലേ വഴി കയറി ഇറങ്ങിയിട്ടാണ്, പ്രൊട്ടക്ഷനാണ്, റിലേ വഴി കയറി ഇറങ്ങിയിട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവർ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ AC ഇൻപുട്ട്, DC ഔട്ട്പുട്ട് വയേഴ്സാണ് ഇതിനകത്ത് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ പവർ സപ്ലൈയിലേക്കും പവർ സപ്ലൈയിൽ നിന്ന് ഈ ബോർഡിലേക്കും കൊടുക്കാനുള്ള വയേഴ്സാണ്. അത് അവരിവിടെ തന്നിട്ടുണ്ട്. നമ്മളത് ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് BTL മോഡ്, അതായത് ബ്രിഡ്ജ് മോഡിൽ നമുക്ക് ഈ ഒരു ബോർഡിന് 500 വാട്ട്സ്, ട്രൂ 500 യഥാർത്ഥത്തിലുള്ള 500 വാട്ട്സ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. കൂടാതെ തന്നെ അത് വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ടും ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് 500 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. കൂടാതെ തന്നെ ഇത്രയും നല്ല ക്വാളിറ്റി എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സബ് വൂഫറിന് ഉപയോഗിക്കുന്നതിനേക്കാട്ടി ഏറ്റവും നല്ലത് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. കാര്യം പാട്ട് കേൾക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഈ ബോർഡിൽ നിന്നുണ്ട്. കാരണം അങ്ങനെ പറയുന്നതിന് കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന കപ്പാസിറ്റർ വീമയാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന കപ്പാസിറ്റേഴ്സ് വീമയാണ്. അപ്പോൾ വീമ അതുപോലുള്ള നല്ല നല്ല കമ്പനീസാണ് ഇതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള. വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന കമ്പോണൻസ് ആണ് ഈ യൂസ് ചെയ്തിരിക്കുന്ന ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡിന് അതിൻ്റേതായ വില വരും. നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ SMA ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രീജിത്ത് ചേട്ടനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വില വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരും ചീത്ത വിളിക്കരുത്, കാര്യം എനിക്കത് പറയാൻ പറ്റത്തില്ല വീഡിയോ വഴി. പല സ്ഥലങ്ങളിലും പല വിലയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ എന്തായാലും ODIXൻ്റെ ഒരു പ്രോഡക്റ്റായിട്ടാണ് അവരിവിടെ കൊടുക്കുന്നത്. കാര്യം ഈ ഒരു പ്രോഡക്റ്റ് ODIX ആണ് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നത്. അപ്പം അവർ ഓരോ വില ഇതിന് നിശ്ചയിക്കുന്നു. ODIXൻ്റെ ഒരു വിലയുണ്ട്. ആ ഒരു വിലയ്ക്കാണ് ഷോപ്പുകളിൽ വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിലയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ആ ഒരു വില എത്രയാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അത് ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അതിൻ്റെ വില അറിയാൻ പറ്റും. ഇപ്പം നിലവിൽ ഇതിൻ്റെ വില ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ഇത് ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ഇത് ഒരു വർഷം മുമ്പേ ഇതുപോലത്തെ ഒരു ബോർഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഈ ഒരു മോഡൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില വളരെ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഉടനെ തന്നെ ഇതിൻ്റെ വില വരുമ്പോൾ ഞാൻ പറയുന്നതാണ്. തന്നെ ഈ ഒരു ബോർഡിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ട് പ്രൊട്ടക്ഷൻ, പിന്നെ ഹീറ്റ് ആയി കഴിഞ്ഞാലുള്ളൊരു പ്രൊട്ടക്ഷൻ, ഓവറായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രൊട്ടക്ഷൻ, പിന്നെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ DC കയറി വരികയോ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് DC വരികയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു പ്രൊട്ടക്ഷൻ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് വയ്ക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അത് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീജിത്തേട്ടനെ വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ബോർഡ് വേണം എന്ന് ആവശ്യമുള്ള ആൾക്കാർ മാത്രം പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി അറിയണമെന്നുണ്ടെങ്കിലോ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുള്ളിക്കാരനെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. ചില ആൾക്കാരുണ്ട് വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പുള്ളി ആ പ്രോഡക്റ്റ് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളത് പുള്ളി ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ബോർഡാണ്. ഞാൻ പറയാനുള്ളതൊക്കെ മാക്സിമം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് ഇട്ട് വീഡിയോ ഇഴയ്ക്കുന്നില്ല. അപ്പം ഇതാണ് ബോർഡ്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോർഡ് ക്യാബിനറ്റിനകത്ത് ഫിറ്റിങ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസറും എൻ്റെ സ്ക്രൂവും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് ഇത് വരുന്നത്. വീഡിയോ ഫുള്ള് കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. കാര്യം വീഡിയോ ഫുള്ള് കണ്ട ആൾക്കാർ എനിക്കറിയാം. കാര്യം എന്താ വെച്ചാൽ അവർ ഇതിൻ്റെ വില ചോദിക്കത്തില്ല. മറ്റേത് വില അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. കാര്യം അതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ചില ആൾക്കാർ വീഡിയോ ഓപ്പൺ ചെയ്ത് കുറച്ച് ഭാഗം കണ്ടതിന് ശേഷം ചോദിക്കും ഇത് എവിടെയാണ് വാങ്ങുന്നത്, എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.